നമ്മൾ മുമ്പ് കരുതിയിരുന്നത് പോലെ കല്യാണത്തിന് കുറെ ആളുകളെയോ നമ്മുടെ ബന്ധുമിത്രാദികളെയോ മറ്റാളുകളെയോ ഒന്നും തന്നെ വിളിക്കുന്നേയില്ല. അതെന്താ അച്ഛാ? ആവന് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കല്യാണക്കാര്യത്തില് ഓരോരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാളെ അവിടെ വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച നമ്മുടെ കുടുംബത്തിനല്ലേ അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് വളരെ അടുപ്പമുള്ളവരെയും പ്രധാനപ്പെട്ടവരെയും മാത്രം വിളിക്കാം. കല്യാണവും വീട്ടിൽ വെച്ച് നടത്താം, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്താം. അല്ലച്ചാ, ഒരു കാര്യം. എന്താടാ? ലിമിറ്റഡ് പീപ്പിളുമായിട്ടാണ് കല്യാണം എന്ന് പറഞ്ഞു. ആ ഐഡിയ കൊള്ളാം. പക്ഷേ കല്യാണത്തിന് വരുന്ന ഓരോരുത്തരും ഓരോ ന്യൂസ് ചാനൽ പോലെയാണ്. 10 പേര് വന്നാലും 100 പേര് വന്നാലും 1000 പേരെ അറിയിക്കേണ്ടത് അവരറിയിച്ചോളും. അതെ അച്ഛാ, മരണ വീട്ടിൽ നടക്കുന്നതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കില്ലെങ്കിലും കല്യാണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നല്ല പബ്ലിസിറ്റിയാ. നമ്മളായിട്ടൊരു വഴിയൊരുക്കണ്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആവനെ പേടിക്കുന്നത് എന്തിനാ? അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു 4 പോലീസുകാരെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയാ പോരെ? ചേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലേ അച്ഛാ? അപ്പോ ആവനിയാണെങ്കിലും സുജാതയാണെങ്കിലും രാവിലെ വന്ന ആ മുരളിയാണെങ്കിലും ഇനി ആര് വന്നാലും ഞങ്ങളുടെ കല്യാണത്തിനൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും വിളിക്കണ്ട. വെറുതെ ആളുകൾക്ക് നമ്മളായിട്ടൊരു സംശയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അവനി വരില്ല. ഇനി അവൾക്ക് മുഖം കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റിയില്ലെങ്കിലും മാസ്കും ധരിച്ചോണ്ട് വരുമല്ലോ അമ്മേ. അതെ അമ്മേ, കല്യാണം എന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സന്തോഷം. ഏതോ ഒരാളെ പേടിച്ച് സിമ്പിളായിട്ട് നടത്തുന്ന എന്തിനാ? ആര് വന്നാലും നമുക്ക് അപ്പം നോക്കാം. എനിക്ക് ഈ കല്യാണത്തില് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട്. ലൈവ് ടെലികാസ്റ്റ് വരെ പ്ലാൻ ചെയ്യണമെന്നുണ്ട് എനിക്ക്. ബന്ധുക്കള് കുറച്ചു മതിയെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ഏർപ്പാടുകളെല്ലാം ഗംഭീരായിരിക്കും മോളെ. വേണമെങ്കില് കല്യാണം കഴിഞ്ഞിട്ടൊരു റിസപ്ഷൻ വെച്ച് നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാലോ. ആയിക്കോട്ടെ അമ്മേ, നിങ്ങൾ ഞങ്ങളുടെ നല്ലതിന് വേണ്ടി പറയുന്ന ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. രാധാ, പറയൂ അച്ഛാ. നീയും പൃഥ്വിരാജും കല്യാണത്തിന് യാതൊരു കുറവും വരാതെ നോക്കണം. ആയിക്കോട്ടെ അച്ഛാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടച്ചാ. ഇതുവരെ എവിടെയും നടക്കാത്ത, ഇനി ഒരാളെ കൊണ്ട് നടത്താൻ പറ്റാത്ത രീതി ഞങ്ങൾ ഇത് നടത്തി കാണിച്ചു തരാം. ഇത് പറയാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചത്. നിഹാരിക്കപ്പോഴേക്ക് നാണമൊക്കെ വന്നല്ലോ. ഇപ്പൊ തന്നെ കല്യാണ പെണ്ണായിട്ടുണ്ട്. ആ, നിനക്ക് നാണമൊക്കെ വരുമല്ലേ നിഹാരിക? അതെന്താ വന്നാല്? നിഹാരിക എന്താ പെണ്ണല്ലെന്ന് തോന്നുന്നുണ്ടോ? ആ, അതുപോലെയൊക്കെ തന്നെ. പൃഥ്വിരാജ് ചേട്ടാ, തമാശ തമാശ. ഇനി എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. നിഹാരിക, എന്താ ശ്രീകരേട്ടാ? ഐ ആം സോ ലക്കി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ വംശാചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ജാതകത്തിൽ പിറന്ന ഒരാളെ കിട്ടിയതുകൊണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ മരുമകളും ഏട്ടന്റെ ഭാര്യയാകാൻ പറ്റുന്നതും എന്റെ ഭാഗ്യം. വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കാതെ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ താൻ കിടന്നു. ശരി ഏട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പുറത്ത് നല്ല സന്തോഷത്തോടെ കാണുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളില് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അതെ ചേച്ചി, ആവനയുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് എനിക്ക്. അവനി വരില്ലെന്ന് അച്ഛനും അമ്മയും ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും എനിക്കെന്തോ അതിലത്ര വിശ്വാസം തോന്നുന്നില്ല. സെയിം ഫീലിംഗ്. ഇത്തവണ എന്തെങ്കിലും സംഭവിച്ച് അബദ്ധത്തിലെങ്ങാനും നിന്റെ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാ പിന്നെ ഈ ജന്മത്ത് നിന്റെ കല്യാണം നടക്കില്ല. പേടിപ്പിക്കില്ല രാധച്ചേട്ടാ. നിഹാരിക, ഒരു ശകുനക്കേട് പോലത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയണ്ടെന്ന് പറഞ്ഞാ പറയാതിരിക്കുവോ നിങ്ങള്? കല്യാണത്തിന് മുമ്പ് ശ്രീകറിന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ നിന്റെ അവസ്ഥ എന്താവും? ദേ ഏട്ടാ, ഒന്നും മിണ്ടായിരുന്നേ. വെറുതെ ആ കൊച്ചിനെ പേടിപ്പിക്കല്ലേ. ഞങ്ങളുടെ കല്യാണം ശ്രീകരേട്ടന് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിനുള്ളിൽ തന്നെ നടന്നു.
ഇന്നെല്ലാം എനിക്ക് ഫേവറായി നടക്കണം. നമസ്കാരം ചേച്ചി. എന്റെ അമ്മോ, വലിയ മര്യാദയാണല്ലോ നിനക്ക്. മര്യാദയുടെ കാര്യത്തില് ഞാനിപ്പോ മാറി വരുന്നതേ ഉള്ളൂ ചേച്ചി. എത്ര മാറിയാലും പുലി പൂച്ചയാവാൻ പോകുന്നില്ല. നീ വന്ന കാര്യം പറയേ. അവണിയോടൊന്ന് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? അവണി, 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 എടോ, എടാ, അവണി, നിക്കാൻ. അവണി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. എനിക്ക് അവളോടൊന്ന് സംസാരിച്ചാ മതി. എന്ത് സംസാരിക്കാൻ? നടന്നത് മറക്കാം. നമുക്കിടയിൽ പ്രശ്നം വേണ്ട. നമുക്ക് ആ വേദവതി കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. നീ എൻ്റെ നിഹാരികയൊക്കെ വളരെ നല്ല കുട്ടിയാ. നീ നിന്റെ കല്യാണത്തെക്കുറിച്ചും നിന്റെ ഭർത്താവിനെ കുറിച്ചും ആരോട് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തതുകൊണ്ട് ഞാനും ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ട് ആലോചിക്കുന്നില്ല. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്നെ, അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് കഴിഞ്ഞോളാം. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാം. എടാ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. അവനിക്ക് വേണ്ടി എന്നെ എടാ പോടാന്ന് വിളിച്ചാലും ഞാൻ സഹിക്കും സുജാത ചേച്ചി. കല്യാണം കഴിഞ്ഞ എന്റെ അനിയത്തി വീണ്ടും നിന്നെ പോലെ ഒരു ദുഷ്ടനെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എന്റെ കെട്ടിയവനെ പോലെ നീ കുടിച്ചിട്ട് വന്നിരിക്കുക? ഇല്ല സുജാത ചേച്ചി, അവനിക്ക് വേണ്ടി ഞാനിപ്പോ മദ്യം വരെ ഉപേക്ഷിച്ചു. നിങ്ങളാണ് സത്യം. നിന്നെ പോലെ തന്നെ ഒരു കള്ളുകൂടിയൻ ഈ വീട്ടിലുണ്ടല്ലോ ഒരെണ്ണം. ഈ സത്യമൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇറങ്ങി പോവാൻ നോക്ക് ഇവിടുന്ന്. നിക്ക് ചേച്ചി, നിങ്ങൾ ടെൻഷൻ ആവണ്ട. വികാസ് ഇപ്പൊ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണം. നീ ബോധത്തോടെയാണോ ഈ സംസാരിക്കുന്നേ? നിക്ക് ചേച്ചി. വികാസ് ഏട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. നാളെ എന്റെ ഏട്ടന്റെയും നിഹാരിക്കയുടെയും കല്യാണം ആയതുകൊണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോ ഞാനുമായിട്ട് കല്യാണം ഓക്കെ ആണെന്നല്ലേ? നമുക്ക് നാളെ നോക്കാം. നോക്കിയാ പോരാ, നടത്തണം. അതെ, അതാ പറഞ്ഞേ. ആനി ഒന്ന് നിക്ക് ചേച്ചി. വികാസ് ഏട്ടാ, നാളെ വരെ ഒന്ന് കാത്തു നിക്ക്. ഇത്ര ദിവസം നിന്ന് എനിക്ക് ഇനിയൊരു ദിവസമാണോ ബുദ്ധിമുട്ട്? നാളെ വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. നാളെ 11 മണിക്ക് അവരുടെ മുഹൂർത്തം ആയതുകൊണ്ട് കൃത്യം 11:01 തന്നെ നമ്മുടെ കല്യാണത്തിനുള്ള മുഹൂർത്തം ഞാൻ കുറിച്ചോളാം. അപ്പൊ ശരി. രാവിലെ തന്നെ വീടിന് മുന്നിൽ കാറ് കിടക്കുന്നുണ്ടല്ലോ. വന്നത് വികാസാണോ ശ്രീകറാണോ? താലി കെട്ടിയവനല്ലല്ലോ, താലി കെട്ടാൻ പോകുന്നവനാ. നിനക്കെന്താ ഒട്ടും ബോധമില്ലേ? എന്താ നീ കാണിച്ചത്? എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞേ? നാളെ നീ പറഞ്ഞ വാക്കെങ്ങനെ തെറ്റിച്ചാലുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ മുന്നിൽ വന്നിരിക്കും അവൻ. നാളെ വരെ സമയമുണ്ടല്ലോ, എന്തുണ്ടാവും നമുക്ക് നോക്കാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്താ പുറത്ത് നിൽക്കുന്നേ? എന്റെ കാര്യം പിന്നെ പറയാം. നീ എന്താ രാവിലെ തന്നെ ഇവിടെ? അവണിയായിട്ട് കല്യാണക്കാരൻ സംസാരിക്കാൻ വന്നതാ. നാളെ അവളുടെയും എന്റെയും കല്യാണം നടക്കാൻ പോവാ. അതെയോ? എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷോക്കിംഗ് ന്യൂസ് കേട്ട് ഞെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. ശ്രീകർ താലി കെട്ടിട്ടുണ്ടെന്നാ എനിക്ക് പേഴ്സണലി കിട്ടിയ ന്യൂസ്. ഇപ്പൊ അവർ ആവനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് പറയുന്നു. ഇനിയിപ്പൊ നാളെ നീ കെട്ടുമെന്ന് പറയുന്നു. ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. നാളെ നിനക്കൊരു ക്ലാരിറ്റി കിട്ടുമെന്നേ. എനിക്ക് കിട്ടുമോ നിനക്ക് കിട്ടുമോ നോക്കാം നമുക്ക്. എന്റെ ക്ലാരിറ്റിക്ക് കുറവൊന്നുമില്ല. നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിക്കട്ടെ? കാര്യം പറ. ഫോൺ താ. എന്തിന്? ഫോൺ ആദ്യം താ. ഇതാ. അവണി വീട്ടിൽ എന്തൊക്കെയാ ചെയ്യുന്നേ? എപ്പോഴാ പുറത്തേക്ക് പോകുന്നേ? എപ്പോഴാ തിരിച്ച് വീട്ടിലേക്ക് വരുന്നേ? പുറത്തേക്ക് പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നേ?
തിരിച്ചു വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം. മനസ്സിലായോ? ആ ഇതിലെൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. കീപ് മീ ഇൻ ടച്ച്. ചെയ്യുന്നതിനുള്ള ഫലം നിനക്ക് കിട്ടുമെന്നേ. ചീപ്പ് ലിക്കറൊന്നുമല്ല, വിദേശ മദ്യം അടിക്കാം. നീ പറയുന്ന പോലെ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം വീട്ടിലോട്ട് കയറണ്ടേ? അതെന്താ? ഭാര്യയുടെ താലി ഞാൻ പണയം വെച്ചൊന്നും പറഞ്ഞ് അവൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാന്നേ. താലി തിരിച്ചെടുക്കുന്നത് വരെ ഇതാണ് ശിക്ഷ എന്നോള് പറഞ്ഞു. അവനെ കുറിച്ച് അപ്പോ നിന്നെ വിളിച്ച് വിവരം തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കയറിയേ പറ്റൂ. അങ്ങനെ കയറണമെങ്കിൽ എനിക്ക് എത്ര രൂപ വേണ്ടി വരും? വെച്ചത് 10-ന് ഒരു 10 ചേർത്ത് പറയാം. പറയോ? ഒരു 20,000-ന്. അപ്പോ 10,000-ന് പണയം വെച്ചു. അതെങ്ങനെ മനസ്സിലായി? ഈ ക്ലാസ്സിൽ ഞാൻ നിന്റെ സീനിയറാടാ. അകത്ത് നടക്കുന്നതെല്ലാം അപ്പക്കപ്പോ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നരസിംഹത്തിന്റെ കൂടെ സരസ്വതി ദേവി ഇല്ലെങ്കിലും ലക്ഷ്മി ദേവി എപ്പോഴും ആവശ്യം വരുമ്പോ പ്രത്യക്ഷപ്പെടും. ആദ്യം ഒരു കോട്ടർ അടിച്ചിട്ട് വീടിന്റെ അകത്തോട്ട് കേറാ. എത്രയോ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന അതേ ദിവസം ഇങ്ങ് വന്നെത്തി. നാളെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാം നടന്ന അത് നമ്മുടെ പുനർജന്മോ? ശരിയാ ഗൗതമി. ചേച്ചി, അളിയാ, എന്തു പറ്റിയളിയാ? നല്ല സന്തോഷത്തിലാണല്ലോ. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്. ഞങ്ങൾക്കാകില്ല, നിനക്കായിരിക്കും. എനിക്കാണെന്ന് വെച്ചോ. ആദ്യം ആ ഗുഡ് ന്യൂസ് എന്താന്ന് പറയടാ. എന്താണെന്നോ? ആവനിയുടെ കഴുത്തിൽ ആ താലി കണ്ടപ്പോ തൊട്ട് എന്തോ കളഞ്ഞുപോയതുപോലെ ആയിരുന്നു നീ. ഇപ്പൊ നിന്നെ ഇത്ര സന്തോഷത്തോടെ കാണുമ്പോ ഞങ്ങള് രണ്ടുപേരും ടെൻഷൻ അടിക്കുക. ഞാൻ പറയാം. ആദ്യം സ്വീറ്റ്സ് എടുക്ക്, കഴിക്ക്. കഴിക്കളിയാ. ഇനിയെങ്കിലും പറ. നാളെ ഞാനും അവനെയും കല്യാണം കഴിക്കാൻ പോവാ. ഇങ്ങനെ ഷോക്കാകുമെന്ന് എനിക്ക് അറിയാം. എടാ, ആവനിയുടെ കഴുത്തിൽ താലിയുള്ള കാര്യം അറിഞ്ഞ ശേഷം പ്രശ്നമുണ്ടായി ആവനി അവിടുന്ന് പുറത്താക്കിയില്ലേ? ഇനി കല്യാണം എങ്ങനെ നടക്കാനാടാ? ഈ കാര്യം അവനിയാ എന്നോട് പറഞ്ഞത്. നാളെ നിഹാരികയുടെയും ശ്രീകറിന്റെയും കല്യാണം കഴിഞ്ഞ ഉടനെ അവനിയുടെയും വികാസിന്റെയും കല്യാണം നടക്കും. ദാറ്റ്സ് ഇറ്റ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു വട്ടനെ പോലെ തോന്നുന്നുണ്ടല്ലേ? അവനെ കിട്ടിയില്ലെങ്കിലാ എനിക്ക് പ്രാന്ത് പിടിക്കുക. ഈ വികാസിന് നളമാംഗല്യം, ഈ വികാസിന് നളമാംഗല്യം, ഈ വികാസിന് നളമാംഗല്യം, ഈ വികാസിന് നളമാംഗല്യം. നിന്റെ അനിയന് ശരിക്കും വട്ട എന്നാ തോന്നുന്നത്. അതെ ഏട്ടാ, ഇല്ലെങ്കില് ആവനി ഇവനെ കല്യാണം കഴിക്കാൻ എങ്ങനെ സമ്മതിക്കാനാ? നാളെ ഗസ്റ്റ് ഹൗസില് നിഹാരികയുടെയും ശ്രീകറിന്റെയും കല്യാണം നടക്കുന്നെന്ന സന്തോഷത്തിനേക്കാ ഇവൻ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. റോഡിൽ വെച്ച് കണ്ട് കല്യാണം ക്ഷണിക്കുന്നതുകൊണ്ട് വരാതിരിക്കരുത്. നിന്ന നിൽപ്പിന് കല്യാണം ഇങ്ങ് അടുത്തു. അതുകൊണ്ടാ ഇവിടെ വെച്ച് ക്ഷണിച്ചേ. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കാർഡ് തന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വന്നിരിക്കും. എന്തായാലും വരണേ. ഉറപ്പായും ശ്രീകർ സാറേ. വേഗം പോവാൻ നോക്കി, ഇനി ഒരുപാട് പേർക്ക് കൊടുക്കണം. ശ്രീകരേട്ടാ, ആവനി.
ഭാവനയോടൊന്ന് സംസാരിച്ചിട്ട് വരാൻ നിക്കണേ. എന്ത് സംസാരിക്കാൻ? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും നിങ്ങളുടെ ബന്ധുവല്ലേ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ കള്ളം പറയുന്ന ഇത്തരക്കാരോട് നമ്മൾ എന്തിനാ വെറുതെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ? എന്ന് കരുതി ഇത്രയും കാലം നമ്മളോടൊപ്പം ജീവിച്ച ഒരാളെ ഇത്ര പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എല്ലാവർക്കും നിന്നെ പോലെ നല്ല മനസ്സ് കാണില്ല നിഹാരിക. അതൊക്കെ വീട് ശ്രീകരേട്ടാ. നമ്മുടെ നന്മ നമ്മുടേത്, അവളുടെ ദോഷം അവളുടേത്. ഞാൻ വേഗം സംസാരിച്ചിട്ട് വരാം. സുഖമായിട്ട് ഇരിക്കുന്നോ അവനി? നിനക്ക് സുഖമല്ലെന്നൊക്കെ എനിക്ക് അറിയാം. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാ. നാളെയല്ലേ കല്യാണം, അതുകൊണ്ട് എല്ലാവർക്കും ക്ഷണപത്രം കൊടുക്കുക. വിവാഹ ക്ഷണപത്രം വധൂവരന്മാരായ ഞാനും ശ്രീകരട്ടനും കൂടി കൊടുക്കുമ്പോ ആ ഫീലിംഗേ വേറെയാ. അന്നെന്താ പറഞ്ഞത്? കാറിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ തുടങ്ങിയ പോലെ എന്റെ കല്യാണത്തിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ തുടങ്ങിയെന്നല്ലേ? എന്റെ കാർ ഇപ്പോ അതിന്റെ ടോപ്പ് സ്പീഡിലാ പോകുന്നത് അവനി. ഇനി ഒരാളും തടയില്ല. എന്ന് നിനക്ക് മാത്രം തോന്നിയാ മതിയോ? നിന്റെ വേഗത്തിന് ആ ദൈവം തടയിടും. ഇപ്പൊ നോക്കിയാലും ദൈവം ദേവി എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ. നിനക്ക് പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചെയ്യ്. എന്റെ കല്യാണം തടയാൻ പറ്റുമെങ്കിൽ നീ തടയ്. അപ്പോ എന്റെ പേര് ഞാൻ മാറ്റിയിട്ട് മൂക്കുകൊണ്ട് ഞാനത് നിലത്തെഴുതും. അതല്ലാതെ എന്റെ അടുത്ത് ഈ വേദാന്തവും ഭീരുക്കളുടെ സംസാരവും ഒന്നും വേണ്ട. മനസ്സിലായല്ലോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് നിന്റെ ഭാവി മനസ്സിലാവാത്തത്. നിന്നോട് ആർഗ്യൂ ചെയ്യാനുള്ള സമയം എന്റെ അടുത്ത് ഇല്ല സഹോദരി. നമുക്കേ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനായിട്ട് സംസാരിക്കാം. വളരെ വേണ്ടപ്പെട്ടവർക്കാ കല്യാണത്തിന് ക്ഷണക്കത്തും കൊടുത്ത് വരാൻ പറയുന്ന. നീയും ആ കൂട്ടത്തിൽ ഒരാളാ. ഈ ക്ഷണപത്രം പിടിച്ചോ. എലുമഞ്ജലി നിഹാരികയും ഘട്ടമനേനി ശ്രീകരൻ തമ്മിൽ നടക്കാൻ പോകുന്ന കല്യാണത്തിന് താങ്കൾ എന്തൊക്കെ സംഭവിച്ചാലും വരാതിരിക്കാൻ വേണ്ടി വധുവായ ഞാൻ ഈ ക്ഷണപത്രം സമർപ്പിക്കുന്നു. പിടിച്ചോ. വീട്ടിലേതെങ്കിലും മൂലക്കിരുന്ന് ഈ ക്ഷണപത്രം വായിച്ച് ഞങ്ങളുടെ കല്യാണവും മനസ്സിൽ കണ്ട് വിങ്ങി പൊട്ടിക്കരഞ്ഞോണ്ടിരുന്നോ. ദാ പിടിക്ക്. എന്താ ഇത്രയും വലിയ ഡിസ്കഷൻ? എത്ര വേണ്ടെന്ന് വെച്ചാലും വേണ്ടപ്പെട്ട ആളല്ലേന്ന് കരുതി ഈ ക്ഷണപത്രം കൊടുത്തപ്പോ ആവനി ചേച്ചി ഇത് വാങ്ങുന്നില്ല ശ്രീകരേട്ടാ. അതിങ്ങത്താ, നിഹാരികയുടെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ അവളോട് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വലിയ മനസ്സ് കാണിച്ച അവള് ഞങ്ങളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. വലിയ മനസ്സിന്റെ വലുപ്പം എന്താണെന്ന് അവസാന നിമിഷമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഏട്ടാ. ഏട്ടനായതുകൊണ്ട് തന്നെയാ നീ ചെയ്ത ഓരോ തെറ്റുകളും ഇത്ര കാലം ക്ഷമിച്ചത്. ഇനി ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. എന്നോട് നിനക്ക് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ഫീലിങ്സിനെ പറ്റി എനിക്ക് അറിയണ്ട. ഇനി തൊട്ട് ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സും നിന്റെ മനസ്സിൽ വേണ്ട. എന്തിനാന്ന് വെച്ചാ അതിന്റെ എല്ലാത്തിന്റെ അവസാനമാണ് ഈ ക്ഷണക്കത്ത്.